ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ പ്രൈസ് ക്രാഷിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കുറച്ച് പേർക്ക് ഡൗട്ട് ആയിരിക്കും, വീണ്ടും ബൈ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച് ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത് 60,000 USD ആണ്. മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അല്ലാതെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് ഏറ്റവും ടോപ്പ് 2431 പോയിട്ട് വെള്ളിയാഴ്ച ക്ലോസിംഗ് തന്നെ ക്രാഷിലോട്ട് പോയിട്ടുണ്ടായിരുന്നു 2332. എന്നാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയത് ഇന്നലെയാണ്. ഓക്കെ, ഏകദേശം ഗോൾഡ് ക്രാഷ് ആയതിനേക്കാളും കൂടുതൽ സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയത്. അതുകൊണ്ട് ഇനി നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം നൈറ്റ് ടൈം എന്ന് പറയുന്നത്, ഇന്ത്യൻ ടൈം എന്ന് പറയുന്നത് ഓപ്പൺ ആവുന്നതായിരിക്കും. അതനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈഡ് വേസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകാം. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ബിറ്റ്കോയിൻ്റെ പ്രൈസ് 60,000 USD പോയിട്ട് ഏകദേശം 74,000 പോയി, വീണ്ടും 60,000 വന്നു, വീണ്ടും ഏകദേശം ഒരു 72,000 പോയി, വീണ്ടും 60,000 USD വന്നു. ഏകദേശം ഒരു 3 പ്രാവശ്യം ടച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ആണെന്ന് വെച്ച് സപ്പോർട്ട് പോയിന്റ് ആണ്. ഇത് ബ്രേക്ക് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഗോൾഡിൻ്റെ പ്രൈസ് വീണ്ടും ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് ആവട്ടെ ഷോർട്ട് ആവട്ടെ, ഓളിയം നല്ല രീതിയിൽ മാർക്കറ്റ് ചേഞ്ച് ആവുന്ന കാണുകയാണെങ്കിൽ, ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് നേടാവുന്നതാണ്. ആ അവസരത്തിൽ മാത്രം ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്, പല പ്രോജക്റ്റ് നല്ല രീതിയിൽ ഡൗണിൽ വന്നിട്ടുണ്ട്, വീണ്ടും ബൈ ചെയ്യണമെന്നാണ്. വീണ്ടും ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ക്യാപിറ്റൽ അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് മാത്രം ചെയ്യുക. നല്ല പ്രോജക്റ്റ്, കറക്റ്റ് ബൈ പോയിന്റ് ഏതാണ്, കറക്റ്റ് സെൽ പോയിന്റ് ഏതാണ്, അത് മാത്രം നോക്കുക. ഇപ്പോൾ XRP ഒരു ഉദാഹരണം പറയാം. XRP എന്ന് പറയുന്നത് ഏകദേശം 0.42 നിന്ന് ഇപ്പോൾ 49 ആണ് നിൽക്കുന്നത്. ചിലർ 0.44 അല്ലെങ്കിൽ 43 ബൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.44 അല്ലെങ്കിൽ 0.40 40 താല്പര്യത്തെ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, കണ്ടോ. അതിനുശേഷം ഏകദേശം 0.74 വരെയാണ് നമ്മുടെ XRPയുടെ പ്രൈസ് പോയത്. ഇവിടെ നിന്ന് ഡൗൺ ആയിട്ട് 0.40 നിന്ന് 0.74. അതുപോലെ ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് XRPയുടെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പല പ്രോജക്റ്റ് നല്ല രീതിയിൽ ബൈക്കുള്ള റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബസീറസ് ടോക്കൺ 0.15 വരെ വന്നിട്ടുണ്ടായിരുന്നു. വെർജും ഏകദേശം 0.0052. ഓക്കെ, നിങ്ങൾക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ 0.006 ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 USDക്ക് വീണ്ടും വെർജ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ബൈ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഷിബ എന്ന് പറയുന്ന പ്രോജക്റ്റ് നിങ്ങൾ ഇതിനു മുമ്പേ ബൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എൻട്രിയിൽ 2279 വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഏകദേശം ഡൗണിലോട്ട് പോവുകയാണെങ്കിൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം 100% താഴെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് നമ്മുടെ കാർഡിനോ ഉണ്ട്, ഏകദേശം 100% താഴെയാണ് നിൽക്കുന്നത്. 0.80 നിന്ന് 0.40 വരെ വന്നു, ഏകദേശം 100% ഡൗണിൽ വന്നു. വീണ്ടും നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ടൈമിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിനോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പലരും ബൈ ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് EOS എന്ന് പറഞ്ഞാൽ 0.70 വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടോ, ഏകദേശം 0.55 0.60 ഒക്കെ ഞാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 100% മുകളിൽ EOS പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. EOS വീണ്ടും ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ട്രോണും വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ട്രോൺ ഏകദേശം 0.10 താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം വീണ്ടും 100% താഴെ പോകുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ ഡോഗി ഇപ്പോൾ 0.15 ആണ് നിൽക്കുന്നത്. 0.13 വന്നിട്ട് വീണ്ടും 15 ആണ്. കുറച്ച് പേർ ഡോഗി വീണ്ടും ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഡോഗിയൊക്കെ ബൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 0.05 ആണ്. അതിനുശേഷം ഡോഗി 0.22 പോയിട്ടാണ് ഇപ്പോൾ ഏകദേശം 0.13 0.15 റേഞ്ച് നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് കൂടുതൽ ബൈ ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ചില പ്രോജക്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും വന്നിട്ടുണ്ട്. കാർഡിനോ, അതുപോലെ തന്നെ നമ്മുടെ ഒംസായ്ക്കകത്ത് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നിട്ട് 0.52 വന്നു, കണ്ടോ. 0.52 വന്നു, ഏകദേശം
150% മുകളിൽ ഒംസാഗോ പോയിട്ട് വീണ്ടും 0.54 വരെ വന്നിട്ട് ഇപ്പോൾ 0.64 USD ആണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡോട്ട് ഏകദേശം $6 താഴെ വന്നിട്ടുണ്ട്. 100% താഴെയാണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വീണ്ടും വേണമെങ്കിൽ ബൈ ചെയ്ത് ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനിയും ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും $6 എന്നുള്ള ഡോട്ട് ആണെങ്കിൽ ഏകദേശം $2 വരെ വേണമെങ്കിൽ പോകാം. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് MXC അത്ര വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. MXC എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാൻ നിൽക്കുകയാണെങ്കിൽ സൈഡ് വേസ് നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും പുതിയൊരു ഹൈലോട്ട് പോകുന്നതായിരിക്കും. 0.80 USD റേഞ്ചിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് സിലിക്കയും കണ്ടോ 0.020 വന്നിട്ട് ഇപ്പോൾ 0.024 ആണ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഏകദേശം 100-150% വരെ സിലിക്ക നേരത്തെ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. ഇനി അടുത്ത് അയോട്ടയും 0.20 വന്നിട്ട് കണ്ടോ 0.23 ആണ് നിൽക്കുന്നത്. ഏകദേശം 100%, 150-200% ഒരു അയോട്ട മിക്കവർക്കും പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. കണ്ടോ എവിടെ നിന്നാണോ ഹൈയിലോട്ട് പോയത് അതേ റേഞ്ച് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അടുത്തിന് ഫയൽ ടോക്കൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യാൻ വന്നിട്ട് കഴിഞ്ഞാൽ ഫയൽ ടോക്കണൊക്കെ ഏകദേശം ഞാൻ 3 USD വരെ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കണ്ടോ 3 USD റേഞ്ചിൽ നിന്നും 11 USD വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും 6 USD നിൽക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് എതീരിയം ക്ലാസിക് വീണ്ടും 22 USD ആണ്. ഏകദേശം 12 USD 13 USD ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ ഒരു എതീരിയം ക്ലാസിക് എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ. ഏകദേശം 39-40 USD പോയിട്ട് 25 USD ആണ് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും അവസരമായിട്ട് എനിക്ക് തോന്നിയത് മാറ്റിക് ആണ്. കാരണം മാറ്റിക് ഏകദേശം 0.50 ഞാൻ ബൈ എടുക്കാൻ പറഞ്ഞതാണ്. $1 30 സെൻറ്റ് പോയിട്ട് ഇപ്പോൾ 0.59 വന്നിട്ട് ഇപ്പോൾ 0.69 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ക്യാപിറ്റൽ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 30 അല്ലെങ്കിൽ 40 മാറ്റിക്കെങ്കിലും ബൈ ചെയ്ത് ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്താൽ ലോങ് ടൈം നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇനി അടുത്ത് NEM എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ SEM എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് ബൈനാൻസ് എക്സ്ചേഞ്ച് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. 0.03 നിന്ന് ഇപ്പോൾ 0.38 ആണ് നിൽക്കുന്നത്. ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് NEM അല്ലെങ്കിൽ SEM. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വോളിയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ലോങ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോട്ട് ഹൈയിലോട്ട് പോവില്ല. വളരെ സ്ലോ ആയിട്ട് മാത്രമേ പോവുകയുള്ളൂ എന്ന് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് CHZ ജസ്റ്റ് ട്രോൺ, ബിറ്റോറൻറ്റ്, സണ്ണ് ഇങ്ങനത്തെ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രോൺ ഫാമിലിക്കകത്ത് വരുന്നത് നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിലും ബൈ ചെയ്ത് വെക്കാം. ഏറ്റവും ഡൗൺ എന്ന രീതിയിൽ ബൈ ചെയ്ത് ലോങ് ടൈം ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അല്ലാതെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്, ലിങ്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ലിങ്ക് താല്പര്യമുള്ളവർക്ക് ഉണ്ടോ 12 USD നിന്ന് 13 USD ആണ് നിൽക്കുന്നത്. ഒരു ലിങ്കെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം 100-150 USD വരെ വേണമെങ്കിൽ പമ്പെന്ന രീതിയിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ പോകാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ഇനി അടുത്ത് ഗല എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഞാൻ നേരത്തെ 0.021 അല്ലെങ്കിൽ 0.022 റേഞ്ചിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 0.086 പോയിട്ട് കണ്ടോ വീണ്ടും 0.4 റേഞ്ചാണ് നിൽക്കുന്നത്. 100% ഡൗൺ ആണ്. എല്ലാ പ്രോജക്റ്റും നിങ്ങൾ എടുത്തിരുന്നാലും ആവറേജ് 100-80% വരെ ഡൗൺ എന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡിന് അനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 2344 ഏകദേശം ഒരു 2300 വന്നിട്ട് സൈഡ് വേസ് ആണ് ഗോൾഡിൻ്റെ പ്രൈസ് നിൽക്കുന്നതെന്ന് കരുതുക. എങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ നോക്കി വേണമെങ്കിൽ പോകാം. അതുമാത്രമല്ല എതീരിയത്തിൻ്റെ ETF ബന്ധപ്പെട്ട് അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടുണ്ട് അടുത്തൊരാഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ വരികയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ട്രെൻഡ് തന്നെ വേണമെങ്കിൽ വേറെ രീതിയിലോട്ട് വേണമെങ്കിൽ ചേഞ്ച് ആകാം. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 73,000 USD 72,000 USD ആ ഒരു റേഞ്ചാണ് നിന്നത്. അതിനുശേഷമാണ് ഏകദേശം ഒരു 60,000 USD റേഞ്ച്. ഒരു 10,000 USDക്കകത്താണ് ഏകദേശം ഒരു നമ്മുടെ മാർച്ച് 2 തൊട്ട് ഇപ്പോഴത്തെ ഏപ്രിൽ 14-15 വരെ നിൽക്കുന്നത്. ഈ ഒരു മാസത്തിനകത്ത് എന്തെങ്കിലും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഏകദേശം ഒരു ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 51,000 USD അല്ലെങ്കിൽ ഒരു 40,000 USDയിലോട്ട് വേണമെങ്കിൽ ഡൗണിലോട്ട് വീഴാം.
ഓക്കെ, ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതിരിക്കുകയാണെങ്കിൽ, സൈഡ് വേസ് ആണ് നിൽക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. പിന്നെ ആൾട്ട് കോയിൻസിൻ്റെ കാര്യം പറയുന്നതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ആൾട്ട് കോയിൻസ് നിങ്ങൾ ലോങ് ടൈമിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലത്. ട്രേഡ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ, അതുപോലെ തന്നെ എതീരിയം, BNB ഇതിൻ്റെ അകത്ത് വോളിയം ചേഞ്ച് ആവുന്നതനുസരിച്ച് മാത്രം ചെയ്യുക. സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വന്നിട്ട് ട്രൈ ചെയ്യുന്ന ടൈമും നമ്മുടെ മണിയും വേസ്റ്റാണ്. അതുകൊണ്ടാണ്